അപ്പം നമ്മൾ ഇന്ന് എൻ്റെ അമ്മമ്മയുടെ വീടായ പാറശ്ശേരിയിലേക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ പോണ വഴിയിൽ നല്ല മനോഹരമായ ഇതുപോലെ ഈ പൂവൊക്കെ കണ്ടില്ല, എന്ത് ചന്തല്ലേ. ഇതിൻ്റെ ഈ പൂവും ഇലയും ആ മുട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകളാട്ടോ ഞാൻ ഇന്ന് എടുക്കുന്നത്. അങ്ങനെ നമ്മളിത് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മറന്നിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മഴ പെയ്യുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥയെ നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല. കയ്യിൽ പച്ചക്കറിയൊക്കെ ഉള്ളതുകൊണ്ട് മഴ നമുക്ക് ചെറിയൊരു പണി തന്നിരുന്നെങ്കിലും ഇവിടെ ഇരുന്നിങ്ങനെ മഴ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ, അതായത് ഈ റോഡ് സൈഡൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കാട്ടുചേമ്പുകൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് കുറച്ച് കാട്ടുചേമ്പ് കിട്ടി. എൻ്റെ വീഡിയോകൾക്ക് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ എന്നോണം മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പോണ വഴി തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ കയറി ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. 2 പേർക്കും റെയിൻ കോട്ട് ഉള്ളതുകൊണ്ട് ഇനി ബസ് സ്റ്റോപ്പ് ഫുള്ളും നനയ്ക്കണ്ട വിചാരിച്ച് ഞങ്ങൾ അവിടെ കണ്ട വലിയ ആൽമരത്തിൻ്റെ ചോട്ടിൽ നിന്നു കേട്ടോ. അതിൻ്റെ ഒരു സങ്കടമാണ് കേട്ടോ അമ്മയ്ക്ക്. ഈ കാണുന്ന സെൻറ്റർ ഭാഗത്ത് നിന്നും റോഡുകൾ കല്ലടിക്കോട്, കോങ്ങാട്, പുലാപ്പറ്റ, കടമ്പഴിപ്പുറം തുടങ്ങി 4 ഭാഗത്തേക്കായിട്ടാണ് കേട്ടോ തിരിയുന്നത്. ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഓടുന്ന ഈട് റോഡുകളാണ് കേട്ടോ ഇവ, അതായത് ഷോർട്ട് കട്ടുകൾ. നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് മാമ്പുഴയാണ്. കുഞ്ഞുനാൾ മുതൽക്ക് കാണുന്ന ഈ ആൽമരത്തിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല കേട്ടോ. അത് ഇവിടുത്തെക്കാരുടെ ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ റോഡുകളൊക്കെ വന്ന കാരണം ചെറിയ ചെറിയ കൊമ്പുകൾ വെട്ടിയിട്ടുള്ളൂ, എങ്കിലും ഇപ്പോഴും അതേ ഭംഗിയിൽ ഇതിവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഈ മരുന്ന് പൂവില്ലേ, ഇത് കണ്ണിലൊഴിച്ചാൽ നല്ലതാണ്. കണ്ണ് ചൊറിച്ചൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒഴിച്ചാൽ മതി. കണ്ണിലൊഴിക്കാൻ പറ്റിയ മരുന്നുണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ അമ്മമാർ ഇതാണ് കണ്ണ് ചൊറിയുമ്പോൾ ഒഴിച്ച് തരിക. ഇതെങ്ങനെയാണ്? വെള്ളം കയ്യിലിട്ടിന് ഇതാക്കിയിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് കണ്ണിലൊഴിക്കും. പഴയ കാലത്ത് അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഔഷധ ഗുണങ്ങളുള്ള ഈ പൂവിനെ കുറിച്ചാണ് അമ്മ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. കനാൽ റോഡിനും ആൽമരത്തിനും കുറച്ചുകൂടി ഭംഗി കൂട്ടിക്കൊണ്ടുള്ള ഒരു ശിവക്ഷേത്രം കൂടി ഈ മാമ്പുഴക്കാർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ മഴയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അതേ നമ്മൾ അമ്മയുടെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് പോവാണ്. അപ്പോൾ ഈ കാണുന്ന പാലം കണ്ടല്ലോ, ഈ വഴിയാണ് കേട്ടോ അവർ പണ്ട് നടക്കാറ്. ഇപ്പോൾ ആ വഴി ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ കാട് പിടിച്ച് കിടക്കുകയാണ്. നല്ല ഭംഗി, പണ്ടൊന്നും തെങ്ങുകളുണ്ടായിരുന്നില്ല. ഓക്കെ, ഓണത്തിന് വട്ടല്ല തുടങ്ങില്ല, കണ്ട വെട്ടിയെന്ന് കുറേ. ഇപ്പം നമ്മൾ ഈ നടന്നു പോകുന്ന റോഡ് മെയിൻ റോഡിൽ നിന്നൊക്കെ ഒരുപാട് ഉള്ളിലേക്കുള്ളതാണ് കേട്ടോ. ആ കാണുന്ന റോഡ് ഉണ്ടല്ലോ പാടത്തിൻ്റെ അപ്പുറത്ത്, അതാണ് മെയിൻ റോഡ്. കോങ്ങാട് പാലക്കാടൊക്കെ പോകുന്ന മെയിൻ റോഡാണിത്. ഇവിടെയാണ് കേട്ടോ അമ്മമ്മയുടെ സ്ഥലങ്ങളും കുട്ടിയച്ചന്മാരുടെ വീടൊക്കെ ഉള്ളത്. അങ്ങനെ അമ്മ ഓരോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുമ്പോഴാണ് അവരുടെ പഴയ കാലത്ത് ഈ പാറശ്ശേരിയിലെ പ്രസിദ്ധനായ ഒരു കൊട്ടുകാരനുണ്ടായിരുന്നു, ചാമിയേട്ടൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. നമ്മൾ അദ്ദേഹത്തെ കാണുകയും കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇത് എൻ്റെ നാടാണ്, പാറശ്ശേരിയാണ്. ഞങ്ങൾ എന്താ പറയുക, കൃഷിയും കൂടിയും കാണാൻ പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും പേര് കേട്ട കൊട്ടുകാരനാണ് ഇയാൾ, ഈ പാറശ്ശേരി ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അങ്ങനെ അയാളിനെ കണ്ട് സംസാരിച്ചു, മക്കളുടെയും അയാളുടെ എല്ലാം വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അയാളെ തൊട്ടുന്നൊക്കെ നിർത്തി. അയാൾക്ക് അതിന് സാധിക്കാതെയും പിന്നെ മകൻ അതിനോട് താല്പര്യമില്ല എന്നും പറഞ്ഞു. ഒന്നും വയ്യാലേ? അതൊക്കെ നിർത്തിയോ? മക്കളുണ്ടോ? മക്കളായിട്ടുണ്ടോ? മക്കളായിട്ടില്ല. ഇല്ല അല്ലേ?
അപ്പം ഉണ്ട്. പിന്നെ അനിയൻ്റെ പിന്നെ കുട്ടിയത്തിൻ്റെ മക്കളൊക്കെ ഉണ്ട്. ഉണ്ട് അല്ലേ? നല്ല പാരമ്പര്യമായിട്ട് അങ്ങനെ ഉണ്ട് സാറേ. ഉണ്ട്. മക്കൾ എത്ര ആളാണ്? എനിക്ക് 3 ആൾ. ലാപ്പറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തോളെ പല്ലല്ലാത്തത് തെരുവത്തെ പള്ളിയുടെ തൊട്ട്. മക്കള് ഒരു മകനുണ്ട്, അവന് കെട്ടുപണിയാണ്, അവൻ അതിൻ്റെ ബാധ്യതയില്ല. പിന്നെ പേരക്കുട്ടിയാണ്, അവൻ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ജോലി അത്യാവശ്യം എന്തെങ്കിലും കിട്ടിയെങ്കിലും പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ട് അവനിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പേരക്കുട്ടി, പിന്നെ മകനൊരു പെൺകുട്ടിയാണ്, അത് പിന്നെ ഡിഗ്രിക്കാണ് പാലക്കാട് പഠിക്കുക. അങ്ങനെ അദ്ദേഹം പഴയ കാലത്തെ ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് 2 നായക്കുട്ടികൾ നമ്മുടെ അടുത്തോട്ട് വരുന്നത് കേട്ടോ. വീട്ടിൽ വളർത്തുന്നതാണ് തോന്നുന്നു. കഴുത്തിൽ ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഇണക്കുള്ള നായക്കുട്ടികളാണ് കേട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ എപ്പോഴും അധികം എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് വണ്ടിയിൽ. പക്ഷേ ഇപ്രാവശ്യം കയ്യിലൊന്നുമില്ല, പച്ചക്കറിയാണ്. ഞങ്ങൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു, പക്ഷേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ദേ യാത്ര പറഞ്ഞിട്ടും പോണില്ല, എന്തെങ്കിലും കിട്ടുമോ വിചാരിച്ച് പാവം കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ ആ നോട്ടവും അതിൻ്റെ പെരുമാറ്റമൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ നാടായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരുപാട് പേരെ കാണാനും പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനൊക്കെ പറ്റി. അങ്ങനെ നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ച് പോരുന്ന വഴിയാണ് കനാൽ പാലം. ഞങ്ങളുടെ അമ്മമ്മയുടെ വീടിൻ്റെ ബാക്ക് സൈഡ് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് എത്തും കേട്ടോ. ആ ഒരു ഭാഗമാണിത്. ഞങ്ങൾ ചെറുപ്പകാലത്ത് ആ വലിയ മരം ഉണ്ടല്ലോ, അതിയേനെ കേട്ടോ, അമ്മമ്മയുടെ വീട്ടിൻ്റെ അതിയേനെ ഇങ്ങനെ ഈ കനാലിലേക്ക് കുളിക്കാൻ വരിക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങൾ ഈ വഴി ഒരുപാട് വന്നിട്ടുണ്ട്. ഫോണൊന്നും ഉപയോഗിക്കാത്ത പഴയ കാലത്തിൽ ഞങ്ങൾ കുട്ടികളാവുമ്പോൾ കസിൻസൊക്കെ ആയിട്ട് ഒത്തുചേരുന്നത് ഇതുപോലുള്ള പുഴയിലും തോട്ടിലും അതേപോലെ കനാൽ വക്കത്തൊക്കെ ഉണ്ടോ. അതൊക്കെ ഒരു നല്ല മനോഹരമായ നിമിഷങ്ങളായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടിയില്ലെങ്കിൽ ഈ പാലം കടന്നു കഴിഞ്ഞാൽ അമ്മമ്മയുടെ വീട്ടിലെത്തും കേട്ടോ. നമുക്ക് മെയിൻ റോഡ് വഴിയാണ് നമ്മളെപ്പോഴും വരാറ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ ഷോർട്ട് കട്ട് വഴി വരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അമ്മമ്മയുടെ വീട്ടിലെത്തി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇനി എടുക്കുന്നത്. ഈ കാണുന്ന പൂക്കളെല്ലാം അമ്മമ്മയുടെ വീട്ടിലുള്ളതാണ്. നമുക്ക് അവിടുത്തെ വീഡിയോ നമുക്ക് പിന്നൊരു ദിവസം എടുക്കാം. തിരിച്ച് വരുന്ന വഴി നമ്മൾ റോട്ടിലൊരു കുളം കണ്ടേ. ആ കുളത്തിൻ്റെ അരികിലായിട്ട് ഒരു ഉറുമ്പും കൂടും വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. കുളത്തിലാണെങ്കിൽ ഇഷ്ടം പോലെ തവളക്കുട്ടികൾ, അതാണെങ്കിൽ ഉറുമ്പും കുട്ടികളൊക്കെ പിടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഇലകളൊക്കെ ഇട്ടിട്ട് അതിനെ രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ പതുക്കെ പതുക്കെ കുറച്ച് കടി കൊണ്ടിട്ടാണെങ്കിലും ആ ഉറുമ്പും കൂടത്തെ നമ്മൾ റോഡിൻ്റെ മറ്റ് വശത്തേക്ക് മാറ്റി. നമ്മൾ തിരിച്ചും ഇതുപോലൊരു കനാൽ റോഡിലൂടെയാണ് കേട്ടോ മെയിൻ റോഡിലേക്ക് എത്തിച്ചേരുക. തിരിച്ചു പോരുന്ന വഴി നമ്മളൊരു വീട്ടിൽ ഇതുപോലൊരു മരത്തിൽ ചെറി പോലെ എന്തോ ഒരു പഴം കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ തിരിച്ചു പോരുന്ന വഴി കനാൽ സൈഡിലൂടെ ഒരുപാട് കാശിത്തുമ്പ ചെടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഓണമൊക്കെ വരാനായി പറഞ്ഞ് അമ്മ ഇവിടെ നിന്ന് കുറേ ചെടികളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇത് കാശിത്തുമ്പ. ഇത് നമുക്ക് ഓണത്തിന് പോവേ കൂടെയുള്ള ചെടികളാണ്. കണ്ടില്ലേ? ഇത് മണ്ണാവാതിരിക്കണം. നമുക്കിത് നമ്മൾ വന്നത് മറ്റൊരു പാലത്തിൻ്റെ സൈഡിൽ കൂടെയാണ്. ഇനി നമ്മൾ പോകുന്നത് വേറൊരു മനോഹരമായ പാലത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഈ വഴിയാണ് ഞങ്ങൾ മിക്കവാറും വരാറ്. ഈ വഴി വരുമ്പോൾ ഒത്തിരി മയിലുകളെ കാണാം, അതുപോലെ തന്നെ പീലി വിടർത്തി നിൽക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ച മനോഹരമായ കാഴ്ചകളാണ്. പാലത്തിൻ്റെ അടിയിലോട്ട് നോക്കുമ്പോൾ ഒരു അരികിലായിട്ട് ഒഴുകുന്ന നമ്മുടെ തോടും അതിൻ്റെ ചുറ്റും പച്ചപ്പ് വിരിച്ച് കിടക്കുന്ന പുൽമേടുകളും കാണാം കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് അകലെ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും വരാറുള്ളൂ. വരുന്ന സമയങ്ങളിലൊക്കെ നമ്മളിവിടെ ഒരല്പനേരം നിൽക്കൂട്ടോ. കാരണം ആരായാലും നിന്നു പോകുന്ന ഭംഗിയാണിവിടെ. നമ്മുടെ പാലക്കാടിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് ഇതുപോലെയുള്ള നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളാണ് അല്ലേ. നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ പോകുന്ന മിക്ക സമയങ്ങളിലും ആദ്യം ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാറുള്ളൂ കേട്ടോ. നമ്മളിതാ ഇവിടെ ഒരു മയിലിനെ കണ്ട്, അതിന് പീലിയൊന്നുമില്ല. ഇവിടെ ഒരു പപ്പായ മരം ഉണ്ട് കേട്ടോ.
അതിൻ്റെ ഒരു ഹൈറ്റ് നോക്കിയേ. ആ താഴെ പാലത്തിൻ്റെ അടിയിൽ നിന്നാണ് കേട്ടോ ഇത് വരുന്നത്. നമ്മുടെ കൈയെത്താവുന്ന ദൂരമേ ഉള്ളൂ ഇതിന്, പക്ഷെ നമുക്ക് കിട്ടില്ല. എന്തായാലും ഇവിടുത്തെ പക്ഷികൾക്ക് കഴിക്കാൻ പറ്റിയൊരു തരത്തിലാണ് അത് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. അവിടെ പാലത്തിൻ്റെ അടിഭാഗത്തുള്ള പുൽമേടുകളിലൊക്കെ കാണാൻ ശരിക്കും ഒരു മൂന്നാറിൻ്റെ വൈബൊക്കെ ഉണ്ടല്ലേ. ഇതിലൂടെ വരുന്ന മിക്ക ആളുകളും ഈ പപ്പായ ഒന്ന് പറിക്കാൻ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതേ നമ്മളൊന്ന് ട്രൈ ചെയ്തു, പക്ഷേ കറക്റ്റാണ്, നമുക്ക് എത്തില്ല. ഇനി എങ്ങാനും പറിക്കുകയാണെങ്കിൽ തന്നെ അത് താഴെ തോട്ടിലോട്ടെത്തും. ഇനി നമ്മൾ പോകുന്നത് ഈ പാലത്തിൻ്റെ ഷട്ടർ എങ്ങനെയാണ് തുറക്കുന്നത്, അതെവിടെയാണ്, ആ എൻജിനൊക്കെ എങ്ങനെയാണ് വർക്കാവുന്നത് എന്നാണ്. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കും അതെങ്ങനെയാണെന്നല്ലേ. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഓരോന്ന് കറക്കുക, അതിൽ കമ്പി ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ആവും. ഇതുണ്ടോ, ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കെറുക്കി ഇങ്ങോട്ട് വെട്ടും. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പിടി വെച്ച് ഇങ്ങനെ ഒരു സ്കൂറ് അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കിടണ്ട, തിരിഞ്ഞുണ്ട. ഇങ്ങനെ നീങ്ങുമ്പോൾ ഇതിവിടെ ഇങ്ങനെ കയറി വരും. അപ്പോൾ ഇത് താഴ്ത്താണ് കിടക്കുന്നത്. അത്രയും മുകളിലുണ്ടോ, ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതുണ്ടോ, ഇത് തിരിക്കുമ്പോൾ ഈ ചക്ര മുകളിലേക്ക് കയറും. ഇതുണ്ടോ, അപ്പോൾ ഈ പലയിലും മൊത്തം കയറും. അപ്പോൾ അതേ മുകളിലേക്ക് കയറിയിട്ടാണ് ഷട്ടർ കാത്തതൊക്കെ കൈ കൊണ്ടുള്ള. കനാലിൽ വെള്ളം വരുമ്പോൾ ഇങ്ങനെ പൊന്തിക്കുക. ഇതാരെ പൊന്തിക്കണേ? ഇത് എന്തിട്ട് ഇങ്ങനെ ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും. അമ്മയുടെ ചെറുപ്പകാലത്ത് അമ്മ കണ്ട് ശീലിച്ച ചില കാര്യങ്ങളാട്ടോ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.